നമസ്കാരം പ്രിയ സുഹൃത്തുക്കളെ, പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും ഹർദവമായിട്ടുള്ള സ്വാഗതം. നമ്മൾ ഇന്ന് സംസാരിക്കാനായിട്ട് പോകുന്നത് എങ്ങനെ പിക്കിൾ ബോൾ കളിക്കാം, അതിന്റെ റൂൾസ് എന്താണ്, സ്കോറിംഗ് പാറ്റേൺ, ഇതൊക്കെയാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ മനസ്സിലാക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ വീഡിയോയിലേക്ക് പൂർണ്ണമായിട്ട് കടക്കുന്നതിന് മുമ്പ് ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ, ഇഷ്ടപ്പെടുന്നെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക. കാണുന്നവർ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പം ഇതാണ് പിക്കിൾ ബോൾ കോർട്ടിന്റെ ഡയമെൻഷൻ. അപ്പോൾ പിക്കിൾ ബോൾ എന്ന് പറയുന്നത് ടെന്നീസിന്റെയും ടേബിൾ ടെന്നീസിന്റെയും ഒരു കോമ്പിനേഷൻ ആയിട്ടുള്ള ഒരു കളിയാണ്. ലോ ബഡ്ജറ്റ് കാറ്റഗറിയിൽ വരുന്ന ഒരു കളിയാണ് പിക്കിൾ ബോൾ. ഇതിന്റെ ബാറ്റും ബോളും വൺ ടൈം മേടിച്ചു കഴിഞ്ഞാൽ ഒരുപാട് കാലം നമുക്ക് ഉപയോഗിക്കാം. എന്നാൽ നമ്മൾ ബാഡ്മിന്റൺ കളിക്കുമ്പോഴോ അല്ലെങ്കിൽ ടെന്നീസ് കളിക്കുമ്പോഴോ അല്ലെങ്കിൽ ടേബിൾ ടെന്നീസ് കളിക്കുമ്പോഴോ ഒരുപാട് അതിന് എക്സ്പെൻസ് വരുന്നുണ്ട്. അപ്പൊ കമ്പാരിറ്റീവ്ലി എക്സ്പെൻസ് കുറവാണ് ഈ കളിക്ക്. ഇനി ഇതിന്റെ റൂൾസിനെ കുറിച്ച് നമുക്ക് സംസാരിക്കാം. ടെന്നീസിന്റെ പോണക്ക് തന്നെ ഇതാണ് ബേസ് ലൈന്. ഈ ബേസ് ലൈനിന്റെ പുറകിൽ നിന്ന് വേണം സർവീസ് ചെയ്യാൻ. അപ്പോൾ ഇതിന്റെ ഒരു വീഡിയോ മുമ്പോട്ടുള്ള വീഡിയോയിൽ നമ്മൾ കാണിക്കുന്നുണ്ട്. അപ്പോൾ അത് കണ്ട് കൃത്യമായിട്ട് മനസ്സിലാവും എങ്ങനെയാണ് സെർവ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ നിന്ന് ഒരാൾ സെർവ് ചെയ്യുകയാണെങ്കിൽ ഇവിടുന്ന് സെർവ് ചെയ്ത് ഈ ഏരിയയിൽ വേണം കൊള്ളാൻ. അതായത് ഈ സ്ക്വയറിന്റെ ഈ ഏരിയയിൽ ഒരു പ്രാവശ്യം കുത്തി അവിടുന്ന് അടിച്ച് ഒരു പ്രാവശ്യം എവിടെയെങ്കിലും കുത്തി വേണം. അങ്ങനെ 2 പ്രാവശ്യം ബൗൺസ് ചെയ്യണം. അപ്പോൾ വീഡിയോ കാണുമ്പോൾ അത് നിങ്ങൾക്ക് മനസ്സിലാവും. ഇപ്പൊ ഡബിൾസ് ആണ് കളിക്കുന്നതെങ്കിൽ 2 പ്ലേയേഴ്സിന് അടുത്തടുത്ത് വരാം. ശ്രദ്ധിക്കുക, 2 പ്രാവശ്യം കുത്തണം. അതായത് ഇവിടുന്ന് ബേസ് ലൈനിൽ സർവീസ് ചെയ്തു ഈ ഒരു ഏരിയയിൽ വേണം കുത്തി ഒരു പ്രാവശ്യം കുത്തി പ്ലെയറിന്റെ കയ്യിലോട്ട് ചെല്ലാൻ. ആ പ്ലെയർ അടിച്ചു കഴിഞ്ഞിട്ട് ഇത്രയും ഏരിയയിൽ ഏത് ഭാഗത്ത് വേണമെങ്കിലും കുത്തി ഒരു പ്രാവശ്യം ബോൾ കുത്തണം. കുത്തി പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും വേണമെങ്കിൽ തട്ടിക്കളിക്കാം. പിക്കിൾ ബോളിന്റെ മെയിൻ ഒരു ഏരിയ എന്ന് പറയുന്നതാണ് കിച്ചൺ ഏരിയ. ഈ കിച്ചൺ ഏരിയ എന്ന് പറയുന്നത് 7 അടിയാണ്. നെറ്റിൽ നിന്ന് 7 അടി അങ്ങോട്ടും 7 അടി ഇങ്ങോട്ടുമാണ്. ഇതിനകത്ത് പ്ലേയേഴ്സ് കടക്കാനായിട്ട് പാടില്ല. ഇതിനകത്ത് കടക്കാനായിട്ട് ഒരു കണ്ടീഷൻ മാത്രമേ ഉള്ളൂ. ആ കണ്ടീഷൻ ഞാൻ അവസാനം പറയാം. ഇനിയും എങ്ങനെയൊക്കെയാണ് സ്കോർ ചെയ്യേണ്ടത്? അപ്പോൾ ഒരു സ്കോറിംഗ് രീതിയാണ്. ഇവിടുന്ന് അടിച്ച് നെറ്റയില് ബോൾ തട്ടി താഴെ വീണു. മുമ്പോട്ട് സ്കോറിംഗ് പാറ്റേൺ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ ഇത്രയും ആദ്യം മനസ്സിലാക്കുക. നെറ്റിൽ തട്ടി താഴെ വീണ് കഴിഞ്ഞാൽ അതൊരു ഫൗളാണ്. അപ്പം എതിർവശത്ത് പോയിന്റ് കിട്ടാനുള്ള സാഹചര്യങ്ങളുണ്ട്. ഇനി പിക്കിൾ ബോൾ അടിച്ച് വെളിയിലേക്ക് പോവുകയാണെങ്കിൽ അത് പോയിന്റ് കിട്ടാനുള്ള ഒരു സാഹചര്യമാണ്. ഇവിടുന്ന് അടിച്ച് നേരെ ഇവിടെ ഔട്ടിലേക്ക് കളയുകയാണെങ്കിൽ പോയിന്റ് കിട്ടാനായിട്ടുള്ള ഒരു സാധ്യതയാണ്. പിന്നെ ദേഹത്തേക്ക് ബോൾ അടിക്കുവാണെങ്കിൽ പോയിന്റ് കിട്ടാനുള്ള ഒരു സാധ്യതയാണ്. കിച്ചണിനകത്ത് പ്ലെയർ കയറുവാണെങ്കിൽ പോയിന്റ് കിട്ടാനായിട്ടുള്ള ഒരു സാധ്യതയാണ്. ഇനിയും അടുത്തതാണ് സ്കോറിംഗ് പാറ്റേൺ. ഇതിനകത്ത് 3 സെറ്റ് ഗെയിമാണ് വരുന്നത്. അത് ഒന്ന് ഈ 11 പോയിന്റ് ആണ് ഒരു സെറ്റ്. അങ്ങനെ 3 സെറ്റാണ് വരുന്നത്. ബാഡ്മിന്റണെ പോലെ റാലി സിസ്റ്റം അല്ല ഇതിന്റെ പോയിന്റ് സ്കോറിങ്. സർവീസ് ചെയ്യുന്ന ആൾക്കാണ് പോയിന്റ് കിട്ടുന്നത്. ഇപ്പൊ ഡബിൾസ് ആണ് കളിക്കുന്നതെന്ന് വിചാരിക്കുക. ഇവിടെ ഒരു പ്ലെയർ ഉണ്ട്, ഇവിടെ ഒരു പ്ലെയർ ഉണ്ട്, ഇവിടെ ഒരു പ്ലെയർ ഉണ്ട്, ഇവിടെ ഒരു പ്ലെയർ ഉണ്ട്. അപ്പം ഈ ടീമിനാണ് ടോസ് കിട്ടിയെന്ന് വിചാരിക്കുക. ഈ ടീം സർവീസ് തെരഞ്ഞെടുത്തു. നിലവിലെ സ്കോർ 0-0-2 എന്നാണ് പറയുന്നത്. ഈ 2 എന്താന്നുള്ളത് ഞാൻ മനസ്സിലാക്കി തരാം. ഇവിടെ ആണല്ലോ സർവീസ്, എപ്പോഴും റൈറ്റ് സൈഡിൽ നിന്നായിരിക്കും സർവീസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പം ആദ്യമായിട്ട് സർവീസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഒരു ടീമിന് ഒറ്റ സെർവേ കിട്ടത്തുള്ളൂ. ഓക്കെ, ഒറ്റ സെർവ് കിട്ടി. അപ്പൊ ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഒറ്റ സെർവേ കിട്ടത്തുള്ളൂ. അത് രണ്ടാമത്തെ സെർവായിട്ടാണ് കണക്കാക്കുന്നത്. അതുകൊണ്ടാണ് 2 എന്ന് ഇവിടെ പറയുന്നത്. ഇവിടുന്ന് ബോൾ നേരെ ഈ ഒരു ഏരിയയിലോട്ട് അടിച്ചു, അവിടുന്ന് ഇങ്ങോട്ട് തിരിച്ചടിച്ച് ഇവിടുന്ന് തിരിച്ചടിച്ച് ഈ സൈഡിൽ കൂടെ തട്ടി ബോൾ വെളിയിലേക്ക് പോയി. ഈ പ്ലെയറിന് ഇതിന് റീച്ച് ചെയ്യാനായിട്ട് സാധിച്ചില്ല, അത് വെളിയിലേക്ക് പോയി. ഈ ടീമിനാണ് പോയിന്റ് കിട്ടുന്നത്. അപ്പൊ നിലവിലെ സ്കോർ 1-0-2. അപ്പൊ ഇവിടുന്നാണല്ലോ പ്ലെയർ സ്റ്റാർട്ട് ചെയ്തത്. ഇനി ഈ പ്ലെയർ അപ്പം സർവീസ് കോർട്ട് ചേഞ്ച് ആയി. ഈ പ്ലെയർ ഇവിടെ വരും, ഇവിടെ വന്നിട്ട് ഇവിടുന്ന് സെയിം സെർവ് അങ്ങോട്ട് ചെയ്യും. അപ്പൊ അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം അടിച്ചതിന് ശേഷം നെറ്റിൽ അടിച്ചു എന്ന് വിചാരിക്കുക. അപ്പോൾ എന്താണ് സംഭവിക്കുന്നത്? ഇവരുടെ സർവീസ് ബ്രേക്ക് ആയി. ഈ ടീമിനാണ് സർവീസ് കിട്ടുന്നത്. ഓക്കെ, അപ്പൊ ഇതിന് പറയുന്ന പേരാണ് സൈഡ് ഔട്ട്. അപ്പൊ ഞാൻ പറഞ്ഞ പോലെ തന്നെ റാലി സിസ്റ്റം അല്ല ഇതിന്റെ പോയിന്റ് സിസ്റ്റം എന്നുള്ളത് കൊണ്ട്
സർവീസ് നഷ്ടപ്പെടുന്നു എന്നുള്ളതേ ഉള്ളൂ. അപ്പം നിലവിലത്തെ സ്കോർ തന്നെയാണ് 1-0. 2 എന്നുള്ളത് ചേഞ്ച് ആവും 1. കാരണം ഇവിടുന്ന് ആദ്യം സർവീസ് ചെയ്തപ്പോൾ കളി സ്റ്റാർട്ടിങ് ആയതുകൊണ്ട് ഒറ്റ സർവീസേ കിട്ടത്തുള്ളൂ. അവർ നെറ്റിൽ അടിച്ചപ്പോൾ ആ ടീമിന്റെ സർവീസ് കഴിഞ്ഞു. ഇനി ഈ ടീമിനാണ് സർവീസ് കിട്ടുക. ഓക്കെ, അപ്പോൾ ഇതുപോലെ തന്നെ ഇവിടുന്ന് നേരെ പ്ലെയർ ഇങ്ങോട്ട് അടിച്ചു, അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം കളിച്ചതിന് ശേഷം ഇവരെ നെറ്റിൽ അടിച്ചു എന്ന് വിചാരിക്കുക. ഇവർക്ക് പോയിന്റ് ഒന്നും കിട്ടിയില്ല. അപ്പം നിലവിലെ സ്കോർ 1-0. ഈ 1 എന്നുള്ളത് മാറി 2 ആവും. കാരണം ഇവിടെ രണ്ടാമത്തെ ആള് സെർവ് ചെയ്യണം. കാരണം ഇവർ തന്നെ നെറ്റിൽ അടിച്ചുകൊണ്ട് അടുത്ത ആൾക്ക് സർവീസ് പോകും. അപ്പം ഇവിടുന്നായിരിക്കും പിന്നെ സർവീസ് ചെയ്യുന്നത്. രണ്ടാമത്തെ ആള് സർവീസ് ചെയ്തു, സെക്കൻഡ് സെർവ്. അപ്പോൾ ഇവിടുന്ന് ഇങ്ങോട്ട് സർവീസ് ചെയ്തു, അങ്ങോട്ടും അല്ല ഇങ്ങോട്ടും അല്ല അടിച്ചതിന് ശേഷം ഇവർ നെറ്റിൽ അടിക്കുമെന്ന് വിചാരിക്കുക. ഇവരാണ് സർവീസ് ചെയ്യുന്നത്, അതുകൊണ്ട് ഇവർക്ക് പോയിന്റും കിട്ടി. അപ്പോൾ നിലവിലെ സ്കോർ 1-1-2 എന്ന് പറയും. നിൽക്കുന്ന പ്ലെയർ ഇങ്ങോട്ട് ഷിഫ്റ്റ് ആവും, ഇവിടെ നിൽക്കുന്ന പ്ലെയർ ഇങ്ങോട്ട് ഷിഫ്റ്റ് ആവും. എന്നിട്ട് ഇവിടെ വരുന്ന പ്ലെയർ വീണ്ടും ഇങ്ങോട്ട് സർവീസ് ചെയ്യും, അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം അടിച്ചതിന് ശേഷം ഈ ടീം ഇവിടെ നെറ്റിൽ അടിച്ചു എന്ന് വിചാരിക്കുക. ഇവരുടെ സർവീസ് കഴിഞ്ഞു, ഈ ടീമിനാണ് സർവീസ് കേട്. എന്നാൽ സ്കോറിന് വ്യത്യാസമൊന്നും വരുന്നില്ല. കാരണം ഈ ടീം അല്ല സർവീസ് ചെയ്തത്, ഈ ടീമാണ് സർവീസ് ചെയ്തത്. അതുകൊണ്ട് സ്കോറിന് വ്യത്യാസമൊന്നും വരുന്നില്ല. നിലവിലെ സ്കോർ തന്നെ 1-1. ഇവിടെ 1 ആയിരിക്കും വരുന്നത്. സൈഡ് ഔട്ട് എന്നാണ് ഇതിനെ പറയുന്നത്. കാരണം ഒരു സൈഡിൽ നിന്ന് മറ്റ് സൈഡിലേക്ക് സർവീസ് വന്നുകൊണ്ട് അതിനെ സൈഡ് ഔട്ട് എന്നാണ് പറയുന്നത്. ഇതിനകത്ത് ബേസിക് ആയിട്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഏത് ടീമാണോ സർവീസ് ചെയ്യുന്നത്, ഇപ്പം ഈ ടീം സർവീസ് ചെയ്ത് കഴിഞ്ഞാൽ അപ്പുറത്തുനിന്ന് ഫോൾട്ട് കാണിച്ചാൽ മാത്രം ഇപ്പുറത്ത് പോയിന്റ് കിട്ടും. സർവീസ് ചെയ്യുമ്പോൾ മാത്രമേ പോയിന്റ് കിട്ടത്തുള്ളൂ. അപ്പം ഇതാണ് ഇതിന്റെ ഒരു സ്കോറിംഗ് പാറ്റേൺ. ഒരു ടീമിന് 2 സർവീസ് ഉണ്ട്. നമ്മൾ ഈ ഒരു ഇതിനെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് 1-2 എന്ന് പറഞ്ഞിട്ട്, കളി തുടങ്ങുമ്പോൾ മാത്രം ഒരു സർവീസേ ഉള്ളതുകൊണ്ട് 0-0-2 എന്നാണ് അതിനെ പറയുന്നത്. ബാഡ്മിന്റൺ റാലി സിസ്റ്റം വരുന്നതിന് മുമ്പുള്ള രീതി തന്നെയാണ് ഇതിന്റെ സ്കോറിംഗ് പാറ്റേൺ. സെയിം സ്കോറിംഗ് പാറ്റേൺ ആണ്. അന്ന് ബാഡ്മിന്റൺ 15 പോയിന്റിന്റെ 3 സെറ്റായിരുന്നു കളിക്കുന്നത്. പക്ഷേ ഇത് 11 പോയിന്റിന്റെ 3 സെറ്റാണ് കളിക്കുന്നത്. വീഡിയോയുടെ ഇടയിൽ പറഞ്ഞ പോലെ കിച്ചണിൽ പ്രവേശിക്കുന്ന കണ്ടീഷനെ പറ്റി ഞാൻ പറയാം. ഇപ്പം ഒരു ബോള് ഇവിടുന്ന് അടിച്ചു എന്ന് വിചാരിക്കുക. ഈ കിച്ചണിനകത്ത് ബോള് ടച്ച് ചെയ്തെങ്കിൽ, സർവീസ് ചെയ്യുമ്പോഴല്ല, സർവീസ് ചെയ്യുമ്പം 2 പ്രാവശ്യം ബൗൺസ് ചെയ്യണമെന്ന് പറഞ്ഞു. ഈ ഏരിയയിൽ പിച്ച് ചെയ്തെങ്കിൽ, പിച്ച് ചെയ്യുന്നതിന് മുമ്പേ നമുക്ക് കിച്ചണിൽ കടക്കാനായിട്ട് പറ്റും. പിച്ച് ചെയ്തെങ്കിൽ നമുക്ക് ആ ആളിന് കിച്ചണിനകത്ത് കയറി ബോളിൽ ടച്ച് ചെയ്യാം. ഓക്കെ, അപ്പോൾ അത് വീഡിയോയിൽ കാണുമ്പോൾ നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാവും. അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോയെക്കുറിച്ച്. ചെറിയൊരു വീഡിയോ ആയിരുന്നു. ഡൗട്ടുകൾ എന്തുണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ ചോദിക്കാം. മറ്റൊരു വീഡിയോയുമായി നല്ലൊരു അറിവുമായി നിങ്ങളുടെ മുമ്പിൽ വരുന്നവരെ തൽക്കാലത്തിന് ഇവിടെ പറയുന്നു. ഗുഡ് ബൈ.